അഹമ്മദാബാദിൽ നിന്ന് ഹർഷീബ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഹോസ്പിറ്റലിലുണ്ട് ഹർഷീബ് എന്നാണ് മനസ്സിലാക്കുന്നത്. ഹർഷീബ് നമസ്കാരം. ഹോസ്പിറ്റലാണോ ഇപ്പോൾ ഹർഷീബ് ഉള്ളത്, അതോ ഹോസ്പിറ്റൽ സന്ദർശിച്ചിരുന്നോ? രണ്ടാമത്തെ ഒരാൾ കൂടി രക്ഷപ്പെട്ടു എന്നതിനെ കുറിച്ച് ചില വിവരങ്ങൾ ലഭിക്കുന്നുണ്ടല്ലോ ഹർഷീബ്. ഇപ്പോഴാണ് നിലവിൽ പുറത്ത് വന്നത്. അപ്പോൾ കേരളത്തിൽ നിന്ന് ആയതുകൊണ്ട് അവരെ ആരും ഡീറ്റെയിൽസ് കെയർ ടേക്കർ ആരും ഇല്ലായിരുന്നു. അപ്പൊ നമ്മൾ ബ്ലഡ് ഡൊണേഷൻ ആയിട്ട് ബന്ധപ്പെട്ടാ വന്നത്. ഓക്കെ, ഇപ്പോൾ ഈ രഞ്ജിത ഈ രണ്ടുപേർ രക്ഷപ്പെട്ടു എന്ന് കേൾക്കുന്നത് ശരിയാണോ? സോറി, രണ്ടുപേര് രക്ഷപ്പെട്ടു എന്ന് പറയുന്നത് ശരിയാണോ? രണ്ടുപേരെ ഒരാൾ രക്ഷപ്പെട്ടതാണ് ഇപ്പോൾ റിപ്പോർട്ട് കിട്ടിയത്. നമ്മളെ മെഡിക്കൽ കോളേജിൽ മലയാളി നഴ്സും ഡോക്ടറും ഉണ്ടായിരുന്നു. അവരിൽ നിന്ന് ഡാറ്റ എടുത്ത് അനുബന്ധിച്ച് നമുക്ക് മനസ്സിലായത് ഒരാളാണ് ഇപ്പോൾ രക്ഷപ്പെട്ടത്. ഹർഷീബ്, ഇപ്പോൾ ഈ പരിക്കേറ്റ് കിടക്കുന്നവരുടെ നില എന്തെങ്കിലും അതേക്കുറിച്ചുള്ള ധാരണയുണ്ടോ? അവരുടെ അവസ്ഥ എന്താണ്? നിലവിൽ എല്ലാവരുടെയും നിലവിൽ 4 സ്റ്റുഡൻസ് ആണ് മരിച്ചത്. നമ്മൾ അവരോട് ചോദിച്ചപ്പോൾ 4 സ്റ്റുഡൻസ് മരിച്ചു. അതുപോലെ തന്നെ മലയാളി സ്റ്റുഡൻസ് ഒക്കെ സേഫ് ആണ്. അവരുടെ ഡീറ്റെയിൽസ് ഒക്കെ കളക്ട് ചെയ്തിരുന്നു. ഇവിടെ ഏകദേശം ഒരു 30ഓളം മലയാളി സ്റ്റുഡൻസ് ഇവിടെ പഠിക്കുന്നുണ്ടായിരുന്നു. 30-40ഓളം മലയാളി സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു PG UG ആയിട്ട്. അവർക്ക് പരിക്കില്ല? അവർക്കൊന്നും പരിക്കില്ല. കാരണം അവരവരുടെ റീജിയനിലുള്ള സ്റ്റുഡൻസിന്റെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്ത് സേഫ് ആണോ എന്നുള്ളത് സീനിയേഴ്സിനോട് റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മൾ അവരോട് ഡീറ്റെയിൽസ് ഒക്കെ കളക്ട് ചെയ്തു. അതുപോലെ ഡെഡ് ബോഡീസ് എല്ലാവരും ഇപ്പോൾ ഫാമിലീസ് വന്നുകൊണ്ടിരിക്കുകയാണ്. അതർ സ്റ്റേറ്റിലുള്ള ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പുറത്തുള്ള ആളുകളെ കോൺടാക്ട് ചെയ്തിരുന്നു. അവരോട് വരാൻ വേണ്ടിയിട്ട് സർക്കാർ പറഞ്ഞു എന്നാണ് നമ്മളെ ഒരു ഓഫീസറോട് ചോദിച്ചപ്പോൾ പറഞ്ഞത്. അപ്പോൾ നമ്മൾ കേരളത്തിൽ നിന്നാണെന്ന് പറഞ്ഞു. നമ്മളിങ്ങനെ റിപ്പോർട്ട് കൊടുത്തു. നമ്മളൊരു എൻക്വയറി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചപ്പോൾ DNA സെന്ററിൽ പോകണം. ഇപ്പോൾ എല്ലാവരുടെയും ബ്ലഡ് സാമ്പിൾസ് കളക്ട് ചെയ്യാണ്. ശരിക്ക് 3 ദിവസത്തിന് ടൈമില്ല. ഇത്രത്തോളം കാഷ്വാലിറ്റീസ് ഉണ്ടായത് കൊണ്ടാണ് 3 ദിവസം എടുക്കുന്നത്. 72 മണിക്കൂറാണ് ബ്ലഡ് ടെസ്റ്റ് DNA ചെയ്യാൻ വേണ്ടി എടുക്കുന്നത്. അതിന്റെ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ മാച്ച് ആയി കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ട് ബോഡി വിട്ടുകൊടുക്കുമെന്നാണ് ഇപ്പൊ നിലവിൽ അപ്ഡേറ്റ് കിട്ടിയത്. 3 ദിവസം എടുക്കും അല്ലേ? 72 മണിക്കൂറാണ് ഇപ്പോൾ നിലവിൽ അവിടെ നമുക്ക് കിട്ടിയ വിവരം അനുസരിച്ചിട്ട്. അവിടെ പോസ്റ്റർ ഒട്ടിച്ചിരുന്നു. നമ്മളെ ഓഫീസറിനോട് ചോദിച്ചിരുന്നു, മെഡിക്കൽ ഓഫീസറോട്. അവിടെ ഒരു അധ്യാപകനാണ്. 13 വർഷമായി അവിടെയുള്ള ഹർഷീബ്, ഈ കുട്ടികളിൽ ആരെങ്കിലും കണ്ടിരുന്നോ ഈ കാഷ്വാലിറ്റിയിലുള്ളവരിൽ? ഇല്ലല്ലോ, നമുക്ക് ആർക്കും അവിടെ പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന സ്ഥലത്തേക്ക് എൻട്രി ഇല്ല. പുറത്താണ് കൗണ്ടർ ഉള്ളത്. നമുക്ക് മറ്റുള്ള കുട്ടികളുടെ അവസ്ഥ എങ്ങനെയാണെന്നാണ് ഡോക്ടർമാർ പറഞ്ഞത്. 4 കുട്ടികൾ മരിച്ചു. ബാക്കി കുട്ടികളിൽ ചിലർക്ക് കുറെ ആളുകൾക്ക് സിവിയർ ആയിട്ടുള്ള ഇഞ്ചുറീസ് പറ്റിയിട്ടുണ്ട്. അവർക്കാണ് കാര്യമായിട്ട് ഈ ബ്ലഡ് ഡൊണേഷനും ബ്ലഡ് കളക്ഷനും നടത്തുന്നത്. കാര്യമായിട്ട് അവർക്കാണ്. പിന്നെ കുറച്ച് റെസിഡൻസിനും അപകടം പറ്റിയിട്ടുണ്ട്. അവരും ഇതുപോലെ കാഷ്വാലിറ്റി ആയതുകൊണ്ട് മരണപ്പെട്ടിട്ടില്ല. വളരെ സീരിയസ് ഇഞ്ചുറി ആയിട്ട് ഒരുപാട് ആളുകൾ ICUയിലൊക്കെ ആണ് ഉള്ളത് ഇപ്പോൾ. ഓക്കെ, ഹർഷീബിന് ഈ സ്ഥലം അറിയാമായിരിക്കുമല്ലോ അല്ലേ? ഈ അപകടം നടന്ന ഈ സ്ഥലം ഇപ്പോഴാണ് നമ്മൾ നടന്ന സ്ഥലത്ത് ഇപ്പൊ നമ്മൾ പോയി. അവിടെ ആർക്കും ലോക്കൽസിനൊന്നും എൻട്രി ഇല്ല. ഫയർഫോഴ്സും കാര്യങ്ങളും റെസ്ക്യൂ പ്രവർത്തനങ്ങളും. തീ പൂർണ്ണമായിട്ടും അണച്ചു, പുകയൊന്നും വരുന്നില്ല അല്ലേ? ഇല്ല. ഇപ്പൊ ക്രെയിനും ഇപ്പൊ ഞങ്ങൾ പോയ സമയത്ത് 1-2 ഫയർ ചെറിയ വാഹനങ്ങൾ ആംബുലൻസുകളായിട്ട് 1-2 പാർട്സ് കിട്ടിയിരുന്നു. ബോഡി പാർട്സ് കിട്ടിയത് അവർ കൊണ്ടുപോകുന്നതായി പറഞ്ഞു. നമ്മൾ അവരുടെ ഓഫീസറോട് ചോദിച്ചപ്പോൾ 1-2 പാർട്സുകൾ കൊണ്ടുപോയതാണ്. അത് പെട്ടെന്ന് കിട്ടിയത് കൊണ്ടുപോകാണെന്നാണ് പറഞ്ഞത്. ലോക്കൽസിന് ആരെയും അതിന്റെ ഉള്ളിലേക്ക് എൻട്രൻസ് തരുന്നില്ല. ഓക്കെ ഹർഷീബ്, താങ്ക് യു ഹർഷീബ്, വിവരങ്ങൾ നൽകിയതിന്. ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പോയതിന് പ്രത്യേക നന്ദി. കാരണം അവിടെ പരിക്കേറ്റിരിക്കുന്നത് നമ്മുടെ സഹോദരങ്ങളാണ്. നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ മെഡിക്കൽ വിദ്യാഭ്യാസത്തിനായി എത്തിയ പല സംസ്ഥാനങ്ങളിൽ എത്തിയിരുന്നവരാണ് ഈ BJ മെഡിക്കൽ കോളേജിലുള്ളത്. സിവിൽ ഹോസ്പിറ്റൽ എന്നാണ് പൊതുവെ അറിയപ്പെടുന്നത്.